നമസ്കാരം. എല്ലാവർക്കും ബിഗ് ബി ഫോളോവറിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെൽ ബട്ടണും അമർത്തുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീക്കെൻഡ് ലാലേട്ടൻ്റെ 2 എപ്പിസോഡിൽ എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. എനിക്ക് ഭയങ്കരമായിട്ട് പക്ഷാഭേദം തോന്നി. അതായത് ലാലേട്ടൻ അനുമോളോടുള്ള ലാലേട്ടൻ്റെ സമീപനം ഭയങ്കരമായ ഒരു അരോചകം പ്രേക്ഷകരിലും അല്ലെങ്കിൽ അത് കാണുന്നവർക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊരു സമീപനമാണ് ലാലേട്ടനിൽ നിന്നും അനുമോളിലേക്ക് ഉണ്ടാകുന്നത്. പക്ഷേ മറ്റു കണ്ടസ്റ്റൻസ് അത് അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് അരോചകം തോന്നുന്ന ആളുകളോട് ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് സംസാരിക്കുകയും, മറിച്ച് നമ്മൾക്ക് അല്ലെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളോട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കാണുമ്പോൾ ഒന്നും തോന്നാതെ അല്ലെങ്കിൽ അയ്യോ പാവം എന്ന് തോന്നുന്നവരോട് ലാലേട്ടൻ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെയും തോന്നി. അനുമോളുടെ കാര്യത്തിൽ അത് പ്രകടമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ക്യുസിന്റെ ഒരു സംഭവം വന്നപ്പോൾ അനുമോൾ ആദ്യം പറഞ്ഞത് ഓക്കെ, ആദ്യം എണീപ്പിച്ചു, ആദ്യം പറഞ്ഞതും തെറ്റിപ്പോയി. രണ്ടാമത് അത് ഒരു സഡൻ ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടായതാണ്. നമ്മളായാലും ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ നമ്മോട് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളിപ്പോൾ ഓരോരുത്തരെ എണ്ണിച്ച് നിർത്തി ചോദിക്കുക അല്ലെങ്കിൽ കൈ പൊക്കി ചോദിക്കാൻ പറയുമ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഉത്തരം പറഞ്ഞാൽ തെറ്റിപ്പോയി. പക്ഷെ രണ്ടാമത് നമുക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിൽ അനുമോൾ പറഞ്ഞു പോയതാണ്. അതിന് സോറി ചോദിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ലാലേട്ടൻ അനുമോളോട് ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. അത് ഇന്നലെ എനിക്ക് ആ ദിവസം എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് ഓക്കെ, അനുമോൾ എന്തിനാണ് അങ്ങനെ എടുത്തിയായിട്ട് സംസാരിച്ചത് അതുകൊണ്ടാണെന്ന് തോന്നി. പക്ഷേ പിറ്റേ ദിവസത്തെ, അതായത് സൺഡേയിലെ എപ്പിസോഡിൽ ലാലേട്ടൻ ആവശ്യമില്ലാത്തൊരു സീൻ ക്രിയേറ്റ് ചെയ്ത് പോയതുപോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അത് എത്ര പ്രേക്ഷകർക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. കാരണം ചെറിയ കൊച്ചു പിള്ളേരെ, അതായത് അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് ഉപദേശിക്കുന്നു. നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ വന്നപ്പോൾ തന്നെ ലാലേട്ടൻ ഒരു സ്റ്റോറി പറഞ്ഞിട്ട് ഉപദേശിക്കുന്നു. ആ സ്റ്റോറിയിൽ ലാലേട്ടൻ പറയുന്നത് എന്താണ്? നിങ്ങൾ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾ മനസ്സിൽ വെക്കാതെ വരുമ്പോൾ അതിനെ വേറൊരു രീതിയിൽ എടുക്കൂ, അതിനെ അങ്ങനെ ആക്കാതെ ആവശ്യമില്ലാത്ത ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടാതെ എന്ന് പറഞ്ഞൊരു നല്ലൊരു മെസ്സേജ് കൊടുത്ത ലാലേട്ടൻ തന്നെ അവസാനം ആയപ്പോൾ ഈ ഒരു ചെറിയ കാര്യത്തിന്, അല്ലെങ്കിൽ അവർ എണ്ണിട്ട് പോയപ്പോൾ തന്നെ ലാലേട്ടൻ നിങ്ങൾ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അവർ എണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ, അല്ലെങ്കിൽ 100 എണ്ണിട്ടപ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ പോകരുതെന്നൊന്ന് പറഞ്ഞൂടെ? നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഇതുള്ളവർ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു ഇത് ചെയ്യുമ്പോൾ നമ്മളെ തിരുത്തുന്ന പോലെ ചെയ്താൽ പോരായിരുന്നു. അതിന് ഓക്കെ പോട്ടെ, തിരിച്ചു വന്നിട്ട് വഴക്ക് പറയൂ, അതില് ഓക്കെ പുറത്ത് പോകരുതായിരുന്നു, എല്ലാ കണ്ടസ്റ്റൻസിനും അവിടെ ഇരിക്കാം, അവർക്ക് മാത്രം കൊമ്പൊന്നുമില്ല, അവർ പുറത്ത് പോകേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ അതിന് പോയി തിരിച്ചു വന്നപ്പോൾ അവർക്ക് കുറച്ച് വഴക്ക് പറഞ്ഞിട്ട് അവർ നന്നായിട്ട് വഴക്ക് പറഞ്ഞിട്ട് ഇരുത്തിക്കോട്ടെ. പക്ഷെ അത് ചെയ്യാതെ ലാലേട്ടൻ ഉടനെ ഇത് നിന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോയതിനോട് എനിക്ക് ആ ഒരു സമീപനം ഒട്ടും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. അതെന്താണ് അങ്ങനെ കാണിച്ചത്? അത് അനുമോൾ അതിനകത്ത് ഉണ്ടായത് കൊണ്ടാണോ അങ്ങനെ വന്നത്? 100 മാത്രമായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു ലാലേട്ടൻ? എനിക്ക് അങ്ങനെ തോന്നിയില്ല അങ്ങനെ ചെയ്യുമായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പൊ ജിസയിലോ ആര്യനോ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്വിസിന്റെ ഇതിനകത്ത് ആര്യനോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ച് ലാലേട്ടൻ എണ്ണിപ്പിക്കുമ്പോൾ എന്ത് റെസ്പെക്ട് ഇല്ലാതെ എന്നിട്ട് ആക്ഷനുകൾ കാണിക്കുന്നു. ഞാൻ കൈകിട്ടിയിരുന്നതിന് ലാലേട്ടൻ അങ്ങനെ ഇങ്ങനെ കാണിക്കുന്നു. ജിസയിലാണെങ്കിൽ ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരെ പോലെ അവിടെ സംസാരിക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും ലാലേട്ടൻ അവരെ ഒരു തമാശ രൂപേണ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ തമാശ രൂപേണ അവരോട് ട്രീറ്റ് ചെയ്തിട്ട് അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ദേഷ്യം വരുന്ന രീതിയിൽ സംസാരിക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് പല പ്രേക്ഷകരും പല വീഡിയോയ്ക്ക് അടിയിലും കമന്റ് ചെയ്യുന്നത് പോലെ ഇത്രയും വേണ്ടിയിരുന്നില്ല, അനുമോളോട് ഇങ്ങനെ ലാലേട്ടൻ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഞാനും കണ്ടു. അതായത് പറയുന്നതായിട്ട് ഞാനും കണ്ടു. എനിക്കത് കേട്ടപ്പോൾ ശരിയായിട്ട് തോന്നി. അല്ലെ, എന്തോരം കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. എന്തെങ്കിലും സംസാരിച്ചോ? ഒരു കാര്യങ്ങളെ കുറിച്ചും പറയില്ല. റെനയുടെയും ആര്യന്റെയും സംഭവം എടുത്തിട്ടില്ല. ആര്യനയുടെ ഒന്നും ചോദിച്ചില്ല. കാരണം ആര്യനോട് ചോദിക്കണമായിരുന്നു. കാരണം അവിടെ ഒരു ഗേൾ, അതായത് ഒരു പെൺകുട്ടി ആ പുള്ളിക്കാരന്റെ ഒരു പ്രവൃത്തിയിൽ ബുദ്ധിമുട്ട് തോന്നിയത് പറഞ്ഞിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവാതെ ആ കുട്ടിയെ ടാർഗറ്റ് ചെയ്ത് അതിനെ ഓരോന്ന് കുറ്റം പറയുകയും എടുക്കുകയും സോറി പോലും ഒരുപാട് പേര് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ അതിനെ കൊണ്ട് ജസ്റ്റ് ആര്യൻ തെറ്റുകാരനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ പറയാം, ആര്യൻ നിങ്ങൾ അങ്ങനെ ചെയ്തപ്പോൾ അതിന് അത് ആ കുട്ടിയെ കംഫർട്ട് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് സോറി പറയണമായിരുന്നു. നിങ്ങൾ അത് പറയാൻ ബുദ്ധിമുട്ടുന്ന എന്തിനാ? അത് നിങ്ങൾ തെറ്റായിട്ടൊരു ഇതാണെന്ന് പറഞ്ഞയക്ക് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു. അത് ചെയ്തിട്ടില്ല. നെവിന്റെയും ഷാനവാസിന്റെ ഇഷ്യൂ വന്നു. ആ കാർഡ് കീറിക്കളയാം. എന്ത് കാർഡ്? നെവിൻ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ലാലേട്ടനാക്കി കൊടുത്തില്ല ഇപ്പോഴും? അപ്പൊ അയാൾ മോശമായിട്ട് അവിടെയുള്ള ആണുങ്ങളോട് ബിഹേവ് ചെയ്യുന്നു എന്നൊരു ഒരു ഇതല്ലേ വരുന്നത്. കാരണം എന്തുകൊണ്ട് അത് വ്യക്തമായിട്ട് അല്ലെങ്കിൽ വേറെ ഒന്നും എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. പക്ഷെ ഇങ്ങനെ പറയാറുണ്ടല്ലോ, നിങ്ങൾ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ അങ്ങോട്ട് ആക്കരുത്. നെവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ആയിരിക്കില്ല, ഷാനവാസിന് അങ്ങനെ തോന്നിയതായിരിക്കാം, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വിഷയത്തെ ചെറിയ രീതിയിലെങ്കിലും ഹാൻഡിൽ ചെയ്ത് വിടണമായിരുന്നു. ഇത് എന്തൊക്കെയോ പറഞ്ഞ് ആ കാർഡ് കീറിക്കളഞ്ഞു. ഏത് കാർഡ് കീറിക്കളഞ്ഞു? അത് ഷാനവാസിന് പറഞ്ഞത് വെച്ചിട്ടാവാം. ഇനി നെവിൻ ഉപയോഗിക്കുന്ന കാർഡില്ലേ, അതായത് നെവിൻ ആ ഒരു ആളുകളുടെ, അതായത് അവരുടെ ആളുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു കാർഡാണ് ഉപയോഗിക്കുന്നത്. ഏത് കാർഡെന്ന് എങ്ങനെ പ്രേക്ഷകർക്ക് മനസ്സിലാവും? എന്തുകൊണ്ട് അതിനൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തില്ല?
അത് കൊടുക്കുന്നില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ വീട്ടിൽ നടന്നിട്ടുണ്ട്. ജിഷിന്റെയും അനുമോളുടെയും സംഭവം. അത് അനുമോളുടെ ഇഷ്യൂ ആയതുകൊണ്ടാണോ അതിനകത്ത് ഒരു 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 വെറും വെറും ഒരു എന്താണ് പറയുന്നത്, നമ്മൾ പറയത്തില്ല ഇതും എന്തോ മുറിക്കുന്ന ഒരു ലാഘവത്തോടെ അതിനെ കളഞ്ഞതുപോലെ നമ്മൾ ഒരു ഒരു സീരിയസ്നെസ് ഇല്ലാതെ. കാരണം എന്തുമാത്രം ഇഷ്യൂ ജിഷിന്റെ സംഭവത്തിൽ ഉണ്ടായി. അനുമോള് കുക്ക് ചെയ്തതിനെ പറ്റി അനുമോള് അതിനകത്ത് ജിസയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഹൈജീൻ അല്ലാതെ കുക്ക് ചെയ്തു എന്നൊക്കെ ഉള്ള വാക്കുകൾ വെറുതെ എടുത്തിട്ടു. ആ ഒരു ഇഷ്യൂവിനെ എന്തുകൊണ്ട് അതിനെ അനുമോളെ അതിനകത്ത് പരാമർശിച്ചിട്ട് പോലുമില്ല ലാലേട്ടൻ. അപ്പൊ അനുമോളുടെ ഇഷ്യൂസ് വരുമ്പോൾ അതിനെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് കളയുന്നു. അല്ലെങ്കിൽ അനുമോളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ വഴക്ക് പറയാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിനെ എക്സാജറേറ്റ് ചെയ്ത് ആവശ്യമില്ലാത്ത ഹൈപ്പർ കൊടുത്ത് അതിനെ പറഞ്ഞ് ഒരു ഭയങ്കരമല്ലാത്ത രീതിയിൽ ആ കുട്ടിയെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിലുള്ള രീതികൾ കാണിക്കുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നി അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയട്ടോ. എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ വിഷമം തോന്നി. നമ്മൾ കാണുകയല്ലേ, നമ്മളിത് കാണുമ്പോൾ അയ്യോ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിട്ട് മനസ്സിനകത്ത് എന്തോ ഒരു കുത്തലും വിഷമവും ഒക്കെ അങ്ങനെ തോന്നി. ഇത്രയ്ക്കൊന്നും ചെയ്യാനുള്ളത് ഇല്ലായിരുന്നു അതിനകത്ത്. ഇത്ര ഹൈപ്പറായി ലാലേട്ടൻ അതിൽ നിന്ന് പോവേണ്ട ആവശ്യമൊന്നും അതിലില്ലായിരുന്നു എന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക.